നമസ്കാരം. MA സൈക്കോളജി ഒന്നാം വർഷ വിദ്യാർത്ഥികളായ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിങ്ങളുടെ ബ്ലോക്ക് 2 യൂണിറ്റ് 3ലെ ഒരു പ്രധാന വിഷയമാണ് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത്. അതായത്, ബുദ്ധി അളക്കുന്നതിന്റെ പിന്നിലുള്ള വിവിധ സിദ്ധാന്തങ്ങൾ. ബുദ്ധി എന്ന വളരെ സങ്കീർണമായൊരു കാര്യത്തെ സൈക്കോളജിസ്റ്റുകൾ എങ്ങനെയാണ് സമീപിച്ചത്, അതിനെ അളക്കാൻ എന്തൊക്കെ അടിസ്ഥാന ആശയങ്ങളാണ് ഉപയോഗിച്ചത് എന്നൊക്കെ നമുക്ക് നോക്കാം. തീർച്ചയായും. ഈ ബുദ്ധി അളക്കുക എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതായത്, ബുദ്ധി എന്നത് ഒരൊറ്റ ഘടകമാണോ, ഒരു ജനറൽ ഫാക്ടർ, അതോ പല പല കഴിവുകൾ ചേർന്ന ഒന്നാണോ, ഒരു മൾട്ടി ഫാക്ടർ സംഗതിയാണോ? ഈ ഒരു വ്യത്യാസമാണ് പ്രധാനപ്പെട്ട തിയറികളെയെല്ലാം വേർതിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ ജനറൽ ഫാക്ടർ തിയറികളിൽ നിന്നും തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തം അല്ലേ, 2 ഫാക്ടർ തിയറി. അതെ, ചാൾസ് സ്പിയർമാൻ 1904 അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന എല്ലാ ബൗദ്ധിക കാര്യങ്ങൾക്കും ഒരു പൊതുവായ ഘടകം വേണം. അതാണ് ജി ഫാക്ടർ, ജനറൽ ഫാക്ടർ. അതോടൊപ്പം തന്നെ ഓരോ പ്രത്യേക ജോലിക്ക് അതിന് മാത്രം വേണ്ട ചില പ്രത്യേക കഴിവുകളും എസ് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഈ ജി ഫാക്ടറിനെ അദ്ദേഹം ഒരു മാനസിക ഊർജം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ, ഒരു മെന്റൽ എനർജി പോലെ. പിന്നെ ഇത് കണ്ടുപിടിക്കാൻ അദ്ദേഹം ഫാക്ടർ അനാലിസിസ് എന്നൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ രീതി ഉപയോഗിച്ചു. ടെസ്റ്റുകൾ തമ്മിലുള്ള കോറിലേഷൻ നോക്കിയിട്ട് ടെട്രാ ഡിഫറൻസ് എന്നൊരു ആശയം വെച്ചാണ് ഈ ജി ഫാക്ടറിന്റെ സാന്നിധ്യം അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഓക്കെ, അപ്പോൾ ഒരു പൊതുഘടകം, പിന്നെ പ്രത്യേക ഘടകങ്ങൾ, ഇതാണ് സ്പിയർമാൻ പറഞ്ഞത്. എന്നാൽ എല്ലാവരും ഇത് അംഗീകരിച്ചില്ല അല്ലേ? ബുദ്ധിക്ക് ഒരു ഘടകം മാത്രം പോരാ, പല ഘടകങ്ങളുണ്ട് എന്ന് പറയുന്ന തിയറികളും പ്രധാനപ്പെട്ടതാണല്ലോ. ശരിയാണ്, അവിടെയാണ് മൾട്ടി ഫാക്ടർ തിയറികൾ വരുന്നത്. ഒരുപാടുണ്ട്, നമുക്ക് പ്രധാനപ്പെട്ടവ നോക്കാം. അതിലൊന്നാണ് തേഴ്സ്ഡന്റെ തിയറി, പ്രൈമറി മെന്റൽ എബിലിറ്റീസ്. ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്നും പറയും. അതെ, അദ്ദേഹം പറഞ്ഞത് ഈ ജി ഫാക്ടർ എന്ന ഒന്നിനെ അല്ല, പകരം 7 പ്രധാനപ്പെട്ട മാനസിക കഴിവുകളാണ് ബുദ്ധിയുടെ അടിസ്ഥാനമെന്നാണ്. 7 ഏതൊക്കെയായിരുന്നു? 1, നമ്പർ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, N. പിന്നെ ഭാഷ, V. സ്പേഷ്യൽ എബിലിറ്റി, S. ഓർമ്മ, M. അതുപോലെ വേർഡ് ഫ്ലുവൻസി, W. റീസണിംഗ് അഥവാ യുക്തി, R. പിന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള വേഗത, പെർസെപ്ച്വൽ സ്പീഡ്, P. അങ്ങനെ 7. ഇതിനെ ബേസ് ചെയ്ത് അദ്ദേഹം PMA എന്നൊരു ടെസ്റ്റും ഉണ്ടാക്കി, ടെസ്റ്റ് ഓഫ് പ്രൈമറി മെന്റൽ എബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ തേഴ്സ്റ്റൺ 7 ഫാക്ടേഴ്സ് പറഞ്ഞു. ഗിൽഫോർഡ് വന്നപ്പോൾ ഇത് പിന്നെയും കോംപ്ലിക്കേറ്റഡ് ആയി അല്ലേ? ഒരു ക്യൂബ് മോഡലൊക്കെ വന്നു, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്. അതെ, ഗിൽഫോർഡ് ബുദ്ധിയെ ഒരു ത്രിമാന രൂപത്തിലാണ് കണ്ടത്, SOI മോഡൽ. അതിന് 3 ഡയമെൻഷൻസ് ഉണ്ട്. ഒന്ന് കോണ്ടൻസ്, അതായത് നമ്മൾ എന്ത് തരം ഇൻഫർമേഷനാണ് പ്രോസസ്സ് ചെയ്യുന്നത്, വിഷ്വൽ ആണോ, ഓഡിറ്ററി ആണോ, സിംബോളിക് ആണോ, സെമാൻറ്റിക് ആണോ, ബിഹേവിയറൽ ആണോ എന്നുള്ളത്. രണ്ടാമത്തത് ഓപ്പറേഷൻസ്, നമ്മൾ എന്ത് മാനസിക പ്രവർത്തനമാണ് ആ ഇൻഫർമേഷനിൽ ചെയ്യുന്നത്, കോഗ്നിഷൻ, മെമ്മറി, ഡൈവേർജന്റ് തിങ്കിങ്, കൺവേർജന്റ് തിങ്കിങ്, ഇവാലുവേഷൻ, അങ്ങനെ. മൂന്നാമത്തത് പ്രോഡക്ട്സ്, ഈ പ്രവർത്തനത്തിന്റെ ഫലമായി എന്തുണ്ടാവുന്നു, യൂണിറ്റ്സ്, ക്ലാസസ്, റിലേഷൻസ്, സിസ്റ്റംസ്, ട്രാൻസ്ഫോർമേഷൻസ്, ഇംപ്ലിക്കേഷൻസ്. ഇവയെല്ലാം ചേരുമ്പോൾ ആദ്യം 120, പിന്നെ 150ഓളം വ്യത്യസ്ത കഴിവുകളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 150, അത് വളരെ വിശദമായ ഒരു മോഡലാണല്ലോ. പക്ഷേ അത് അളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊരു വിമർശനമുണ്ട്. ഇത്രയധികം ഫാക്ടേഴ്സ് പ്രാക്ടിക്കലായിട്ട് ടെസ്റ്റ് ചെയ്യുക എന്നത് എളുപ്പമല്ല. ശരിയാണ്. ഇനി ഈ അക്കാഡമിക് കഴിവുകൾക്കപ്പുറത്തേക്ക് ബുദ്ധിയെ കൊണ്ടുപോയ ഒരാളാണല്ലോ ഹോവാർഡ് ഗാർഡ്നർ. അദ്ദേഹത്തിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, അതേക്കുറിച്ച്. അത് വളരെ പോപ്പുലറായൊരു തിയറിയാണ്. ഗാർഡ്നർ പറഞ്ഞത്, ഈ IQ ടെസ്റ്റുകൾ അളക്കുന്ന ഭാഷാപരവും ഗണിതപരവുമായ കഴിവുകൾ മാത്രമല്ല ബുദ്ധി, പലതരം ബുദ്ധികളുണ്ട്, മൾട്ടിപ്പിൾ ഇന്റലിജൻസസ്. ഉദാഹരണത്തിന് സംഗീതപരമായ കഴിവ്, ശരീരം നന്നായി ഉപയോഗിക്കാനുള്ള കഴിവ്, ബോഡിലി കിനസ്റ്ററ്റിക്, സ്ഥലകാല ബോധം, സ്പേഷ്യൽ, മറ്റുള്ളവരുമായി ഇടപെടാനുള്ള കഴിവ്, ഇന്റർപേഴ്സണൽ, സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ്, ഇൻട്രാപേഴ്സണൽ. പിന്നീട് അദ്ദേഹം പ്രകൃതിയെ അഴിയാനുള്ള കഴിവും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തി. ഇതിന് അദ്ദേഹം ചില തെളിവുകളും നിരത്തിയിരുന്നല്ലോ, ബ്രെയിൻ ഡാമേജ് ആയവരുടെ കേസുകളും മറ്റും. അതെ,
തലച്ചോറിന് ക്ഷതം പറ്റുമ്പോൾ ചില പ്രത്യേക കഴിവുകൾ നഷ്ടപ്പെടുന്നതും എന്നാൽ മറ്റ് ചില കഴിവുകൾക്ക് കുഴപ്പമില്ലാതിരിക്കുന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതുപോലെ സാവൻസ് ചില പ്രത്യേക മേഖലകളിൽ അസാധാരണ കഴിവുള്ളവർ, ഇവരെക്കുറിച്ചുള്ള പഠനങ്ങളും തെളിവായി പറഞ്ഞു. പക്ഷേ ഗാർഡനറുടെ ഈ ബുദ്ധികളെ ശാസ്ത്രീയമായി എങ്ങനെ അളക്കും എന്നതിലിപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറിയിലേക്ക് വരാം. 3 തരം ബുദ്ധികളെക്കുറിച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞത്. 2. എക്സ്പീരിയൻഷ്യൽ അഥവാ ക്രിയേറ്റീവ് ഇന്റലിജൻസ്. പുതിയ സാഹചര്യങ്ങളെ നേരിടാനും പുതിയ ഐഡിയകൾ കൊണ്ടുവരാനും അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനുമുള്ള കഴിവ്. 3. കോണ്ടെക്സ്ച്വൽ അഥവാ പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. നമ്മുടെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെട്ടു പോകാനും സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കാനും ആവശ്യമെങ്കിൽ പുതിയ സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കാനുമുള്ള കഴിവ്. ഇതിനെയാണ് നമ്മൾ സ്ട്രീറ്റ് സ്മാർട്സ് എന്നൊക്കെ പറയുന്നത്. പ്രായോഗിക ബുദ്ധി. അതെ, ഈ 3ഉം ചേർന്നതാണ് വിജയകരമായ ബുദ്ധി, സക്സസ്ഫുൾ ഇന്റലിജൻസ് എന്നാണ് സ്റ്റേൺബർഗ് വാദിച്ചത്. അപ്പോ ഒരുപാട് തിയറികളായി. സ്പിയർമാന്റെ ജി ഫാക്ടർ മുതൽ ഗാർഡനറുടെ പലതരം ബുദ്ധികൾ വരെ. ഇതിനെയൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ ശ്രമിച്ച തിയറികളുമുണ്ടോ, വേർണോണിന്റെ ഹൈറാർക്കിക്കൽ തിയറി പോലെ? ഉണ്ട്. വെർണോൺ ഒരു ഹൈറാർക്കിക്കൽ മോഡലാണ് മുന്നോട്ട് വെച്ചത്. ഒരു ശ്രേണി പോലെ. ഏറ്റവും മുകളിൽ സ്പിയർമാന്റെ ജി ഫാക്ടർ തന്നെ. അതിനു താഴെയായി 2 പ്രധാന ഗ്രൂപ്പ് ഫാക്ടറുകൾ. ഒന്ന് വെർബൽ എഡ്യൂക്കേഷണൽ VED കഴിവുകൾ, അതായത് ഭാഷ, പഠനം എന്നിവയുമായി ബന്ധപ്പെട്ടത്. മറ്റേത് പ്രാക്ടിക്കൽ മെക്കാനിക്കൽ സ്പേഷ്യൽ KM കഴിവുകൾ, പ്രായോഗികവും യന്ത്രങ്ങളെ കൈകാര്യം ചെയ്യാനും സ്ഥലങ്ങളെ മനസ്സിലാക്കാനുമുള്ള കഴിവുകൾ. ഇതിനും താഴെയായി വീണ്ടും ചെറിയ ഗ്രൂപ്പ് ഫാക്ടറുകളും ഏറ്റവും താഴെയായി സ്പെസിഫിക് ഫാക്ടറുകളും S ഫാക്ടറുകളും വരുന്നു. പാരമ്പര്യവും പരിസ്ഥിതിയും എങ്ങനെ ബുദ്ധിയെ സ്വാധീനിക്കുന്നു എന്നതും ഈ മോഡൽ പരിഗണിക്കുന്നുണ്ട്. ഒരു തരത്തിൽ ഇത് ജി ഫാക്ടറിനെയും മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിനെയും ഒരുമിപ്പിക്കാനുള്ളൊരു ശ്രമം കൂടിയാണ്. വളരെ വ്യക്തമായി. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തതുപോലെ ബുദ്ധിയെ മനസ്സിലാക്കാൻ ഒരൊറ്റ തിയറിയല്ല, ഒരുപാട് സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. ഓരോന്നും അതിൻ്റെതായ കാഴ്ചപ്പാടുകൾ നൽകുന്നു. അതെ, ഒരു സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ ഈ തിയറികളെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ ഒരാളുടെ ബുദ്ധി അളക്കാൻ ഒരുങ്ങുമ്പോൾ ഏത് സൈദ്ധാന്തിക അടിത്തറയിൽ നിന്നാണ് നിങ്ങൾ അതിനെ സമീപിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. അത് നിങ്ങളുടെ വിലയിരുത്തലിനെയും നിഗമനങ്ങളെയും സ്വാധീനിക്കും. ശരിയാണ്. അപ്പോൾ ഈ ചർച്ചയുടെ വെളിച്ചത്തിൽ ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്. നിങ്ങൾ ബുദ്ധി അളക്കലിനെ എങ്ങനെ സമീപിക്കും? ഈ സിദ്ധാന്തങ്ങൾ നിങ്ങളുടെ പഠനത്തെയും ഭാവിയിലെ ഗവേഷണങ്ങളെയും അല്ലെങ്കിൽ നിങ്ങളൊരു പ്രാക്ടീഷണർ ആവുമ്പോൾ നിങ്ങളുടെ ഇടപെടലുകളെയും എങ്ങനെ രൂപപ്പെടുത്തും? ഇതിനെക്കുറിച്ച് തുടർന്നും ചിന്തിക്കുന്നത് നിങ്ങളുടെ പഠനത്തിന് വളരെ ഗുണം ചെയ്യും. തീർച്ചയായും. ആ ചിന്തയോടുകൂടി നമുക്കിന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം.